എല്ലാവർക്കും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഓൾഡ് എസ് സി ആർ ടിയുടെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിപ്പോൾ ഓൾഡ് എസ് സി ആർ ടി സീരീസ് ആണ്. ഓൾഡ് എസ് സി ആർ ടിയിൽ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എവിടെ മുതലാണ്? 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്. അത് സോഷ്യൽ സയൻസ്, GK, സോഷ്യൽ സയൻസും അതുപോലെ തന്നെ സയൻസ് പാർട്ടും നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഒക്കെ വൊക്കാബുലറിയും പാർട്ടും ഒക്കെ. അതുപോലെ തന്നെ ന്യൂ എസ് സി ആർ ടി കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ചാനലിലൊക്കെ, നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ 9ാം ക്ലാസ്, 7ാം ക്ലാസ്, 5ാം ക്ലാസ് ഈ 3 ക്ലാസ്സുകളിലും ന്യൂ എസ് സി ആർ ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം. അതിൽ ന്യൂ എസ് സി ആർ ടിയുടെ ക്ലാസ് ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 9ാം ക്ലാസ്സിലെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 9ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മുടെ ചാപ്റ്റർ വെച്ചിട്ട് തന്നെയാണ്. കാരണം പുതിയ എല്ലാവർക്കും അറിയാത്ത അല്ലെങ്കിൽ അധികം ആരും ഫെമിലറൈസ് ചെയ്യാത്തതാണ് ഈ പുതിയ എസ് സി ആർ ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ചാപ്റ്റർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അതിൻ്റെ ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് 9ാം ക്ലാസ്സിൻ്റെ. അതുപോലെ തന്നെ 7ാം ക്ലാസ്, 5ാം ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഓൾഡ് എസ് സി ആർ ടി ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി, ഓൾഡ് എസ് സി ആർ ടിയുടെ എക്കണോമിക്സിൻ്റെ പാഠഭാഗങ്ങളും അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ എളുപ്പത്തിൽ പഠിച്ചു പോകാൻ പറ്റും. സോ എക്കണോമിക്സിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു റിവിഷൻ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമാണ് കരുതലോടെ ചെലവിടാം എന്നാണ് അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര്, കരുതലോടെ ചെലവിടാം. സോ വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനത്തെ വിളിക്കുന്നത് എന്താണ്? വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനത്തെ വിളിക്കുന്നത് തൊഴിലാണ് അല്ലേ? നമ്മളറിയാം, നമ്മൾ ഈ പഠിക്കുന്നതടക്കം എന്താണ്? ഒരു വരുമാന മാർഗമുണ്ടാകാൻ വേണ്ടിയാണ്. സോ വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? തൊഴിൽ എന്ന് വിളിക്കുന്നു. വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? തൊഴിൽ എന്ന് വിളിക്കുന്നു അല്ലേ? ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് എന്ത് പറയുന്നത്? കുടുംബങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ ലഭിക്കുന്ന പ്രതിഫലമാണ് ഇത് കുടുംബങ്ങളുടെ വരുമാനം. ഇതൊന്നും വലിയ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വരാൻ പോകുന്നത് നമുക്കറിയാം. നിങ്ങളത് നമ്മൾ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണമല്ലോ എന്ന രീതിയിലാണ് 5ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു പോകുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സമ്പാദ്യം, അതുപോലെ തന്നെ മിതവയ ശീലമാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് വായിച്ചു പോകാം. എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും എന്നത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഇതൊരു തവണ PSC ചോദിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും എന്ന് പറയുന്ന ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്, ഇത് PSC ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് എപ്പോഴും മുതലാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് എന്ത് നമ്മുടെ ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഓക്കെ, അപ്പോൾ 5ാം ക്ലാസ്സിലൊക്കെയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അടുത്തത് 6ാം ക്ലാസ്സിലെ ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ ഉൽപ്പാദന പ്രക്രിയയിലൂടെ. ഓക്കെ, അപ്പോൾ 4ാമത്തെ ചാപ്റ്ററാണ് അതിൽ 6ാം ക്ലാസ്സിലെ. ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന 4 പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന 4 പ്രധാന ഘടകങ്ങളാണെന്ന്. 1 ഭൂമി, 2 തൊഴിൽ, 3 മൂലധനം, 4 സംഘാടനം. ഓക്കെ, ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന 4 പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന 4 പ്രധാന ഘടകങ്ങൾ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഓക്കെ, ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന 4 പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഓക്കെ, അപ്പോൾ ഉൽപ്പാദന പ്രക്രിയയിൽ ഉൽപ്പാദക ഘടകമായ ഭൂമിയുടെ പ്രതിഫലം എന്താണ്? അപ്പോൾ ആ ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ ഉൽപ്പാദന ഘടകമാണ്, 4 പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു ഉൽപ്പാദനത്തിൽ ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. അത് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനമാണ്. അപ്പോൾ ഈ ഭൂമി ആ ഉൽപ്പാദന ഘടകമായ അതിന് എന്ത് കിട്ടും? ഭൂമിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഭൂമിയിൽ നിന്ന് കിട്ടുന്നതിനാണ് നമ്മൾ പാട്ടം എന്ന് പറയുക. ഓക്കെ, ഭൂമിയിൽ നിന്ന് കിട്ടുന്നതിനാണ് നമ്മൾ പാട്ടം എന്ന് പറയുക. അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാൻ മതി? തൊഴിലിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കൂലി കിട്ടും അല്ലേ? തൊഴിലിൽ നിന്ന് നമുക്ക് കൂലി കിട്ടും. അതുപോലെ ഭൂമിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പാട്ടം കിട്ടും. മൂലധനത്തിൽ നിന്നുള്ള പ്രതിഫലം എന്താണ്? അത് പലിശയാണ്. ഓക്കെ, മൂലധനത്തിനുള്ള പ്രതിഫലം അത് പലിശയാണ്. സംഘാടനത്തിലുള്ള പ്രതിഫലം അത് ലാഭമാണ്. ഇത്രയും കാര്യങ്ങൾ ഈ 4ഉം PSC മാറി ചോദിച്ചാണ്. അതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടമാണ്. തൊഴിലിനുള്ള പ്രതിഫലം കൂലിയാണ്. സംഘാടനത്തിലുള്ള പ്രതിഫലം ലാഭമാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം അത് പലിശയാണ്. ഓക്കെ, അടുത്ത നമ്മൾ പോകുന്നത് 6ാം ക്ലാസ്സിൽ തന്നെ 12ാമത്തെ പാഠത്തിലേക്കാണ്. പ്രകൃതിയുടെ വരദാനം. 6ാം ക്ലാസ്സിലെ 12ാമത്തെ പാഠമാണ് ഇത്, പ്രകൃതിയുടെ വരദാനം. എക്കണോമിക്സിൻ്റെ മേഖലയിൽ നമുക്ക് വരുന്ന അടുത്ത ചാപ്റ്ററാണ് 6ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ, പ്രകൃതിയുടെ വരദാനം. ഓക്കെ, അപ്പോൾ 1976
നാഷണൽ ജോഗ്രഫിക് മാസിക ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ചതാണ് അത് നൗറുവിനെയാണ്. ഓക്കെ, ലോകത്തിലെ 1976 നാഷണൽ ജോഗ്രഫിക് മാസിക ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ചത് നൗറുവിനെയാണ്. പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഇത് നൗറു എന്ന് പറയുന്നത്. ഓക്കെ, പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണിത് നൗറു. അപ്പോൾ നൗറുവിൻ്റെ സമ്പന്നതയ്ക്ക് കാരണമായത് എന്തായിരുന്നു? അന്നത്തെ ഫോസ്ഫേറ്റ് ഖനനമായിരുന്നു. ഓക്കെ, അന്നത്തെ ആ രാജ്യത്തെ ഫോസ്ഫേറ്റ് ഖനനമായിരുന്നു നൗറുവിൻ്റെ സമ്പന്നതയ്ക്ക് കാരണമായത്. എന്നാൽ ആ ഒരു നൗറു എന്ന രാജ്യം തകരാനും കാരണമായത് ഏതാണ്? അമിതമായിട്ടുള്ള ഫോസ്ഫേറ്റ് ഖനനമാണ് എന്ന് ആ ചാപ്റ്ററിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് തരം പ്രകൃതി വിഭവങ്ങളാണുള്ളത്. നമ്മളിത് പഠിക്കുന്നത് പ്രകൃതിയുടെ വരദാനം എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജോഗ്രഫിയിൽ മീൻസ് കണക്ട് ചെയ്ത് വരുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്കറിയാം എക്കണോമിക്സ് ജോഗ്രഫിയുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമ്മളെടുത്ത് നമ്മുടെ സമ്പന്നതയ്ക്കും ഇതിനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ രണ്ട് തരം പ്രകൃതി വിഭവങ്ങളാണ് ഇതുള്ളത്. രണ്ട് തരം പ്രകൃതി വിഭവങ്ങളാണുള്ളത്. ഒന്ന് എന്താണ്? ജൈവ വിഭവങ്ങളാണ്. ഒന്ന് ജൈവ വിഭവങ്ങളാണ്, മറ്റൊന്ന് അജൈവ വിഭവങ്ങളാണ്. ഓക്കെ, ഒന്ന് ജൈവ വിഭവങ്ങളാണ്, മറ്റൊന്ന് അജൈവ വിഭവങ്ങളാണ്. ഓക്കെ, അടുത്തത് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ പ്രസംഗിച്ച് ശ്രദ്ധിക്കപ്പെട്ട 12 വയസ്സുകാരിയെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അത് സെവൻ കുളിസ് സുസുക്കി എന്ന് പറയുന്ന കാനഡക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ ഭൗമ ഉച്ചകോടി. അപ്പോൾ ഈ ഒരു പേര് ചോദിച്ചിട്ടില്ലെങ്കിലും ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ് ആദ്യത്തെ ഭൗമ ഉച്ചകോടി. അപ്പോൾ 1992 നടന്ന ആദ്യത്തെ ഭൗമ ഉച്ചകോടി എവിടെയായിരുന്നു? ബ്രസീലിലെ റിയോ ഡി ജനീറിലായിരുന്നു. ഓക്കെ, ബ്രസീലിലെ റിയോ ഡി ജനീറിലായിരുന്നു. അവിടെ ശ്രദ്ധിക്കപ്പെട്ട 12 വയസ്സുകാരിയാണ് സെവൻ കുളിസ് സുസുക്കി എന്ന് പറയുന്നത്. കാനഡക്കാരിയാണ് സെവൻ കുളിസ് സുസുക്കി. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 5 ഇവിടെയുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നതിനിടെയായിട്ടുള്ള പ്രസംഗം ഏതാണ്? അത് നമ്മുടെ അഭിമാനമായിട്ടുള്ള ഇന്ദിരാഗാന്ധി 1972 സ്റ്റോക്ക്ഹോം മാനവ പരിസ്ഥിതി സമ്മേളനത്തിലെ പ്രസംഗത്തിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക്ഹോം 1972 നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി 1972 നടത്തിയ സ്റ്റോക്ക്ഹോം പരിസ്ഥിതി സമ്മേളനം നടത്തിയ പ്രസംഗത്തോടുകൂടിയാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 5 ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, അത് വലിയ കാര്യമല്ലേ. അടുത്തത് വംശനാശം സംഭവിച്ച ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഡോഡോ പക്ഷികളാണ്. ഓക്കെ, ഡോഡോ പക്ഷികൾ എവിടെയാണ്? മൗറീഷ്യസിലാണ്. ഓക്കെ, ഡോഡോ പക്ഷിയാണ് മൗറീഷ്യസിലാണ് ഡോഡോ പക്ഷി. പിന്നെ അറോച്ചാണ്. ഓക്കെ, അറോച്ച് എന്താണ്? ഇന്ത്യയിലുണ്ടായിരുന്ന കന്നുകാലി വർഗ്ഗമാണ് ഇത് പറയുന്നത് അറോച്ച് എന്ന് പറയുന്നത്. ഡോഡോ പക്ഷികൾ എവിടെ കാണപ്പെടുന്നു? അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ എങ്ങനെയാണ്? ഡോഡോ പക്ഷികൾ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷികൾ കാണപ്പെടുന്ന രാജ്യം ഏത്? മൗറീഷ്യസ്. അതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വംശനാശം സംഭവിച്ച കന്നുകാലി വർഗ്ഗം താഴെ പറയുന്ന ഏതാണ്? അറോച്ച്. ഓക്കെ, അതുപോലത്തെ ഏഷ്യൻ ചീറ്റപ്പുലി. ഇത് രണ്ടുമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ മൗറീഷ്യസിലുണ്ടായത് ഡോഡോ പക്ഷിയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു വർഷം മനുഷ്യർ ഉപയോഗിക്കുന്ന നമ്മുടെ മരത്തിൻ്റെ മരത്തിൻ്റെയാണ്. ഒരു വർഷം മനുഷ്യൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ശരാശരി അളവ് എന്ന് പറഞ്ഞാൽ 1 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ്. ഓക്കെ, ഒരു വർഷം മനുഷ്യൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ശരാശരി അളവ് എന്ന് പറഞ്ഞാൽ അത് 1 അല്ല, അത് 3 ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ 3 ആണ്, മാറ്റി പഠിക്കണം. ഒരു വർഷം മനുഷ്യൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ശരാശരി അളവ് എന്ന് പറയുന്നതാണ് 3 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ്. ഓക്കെ, 3 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ് ഒരു വർഷം മനുഷ്യൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ശരാശരി അളവ് എന്ന് പറഞ്ഞാൽ 3 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ്. ലോക പരിസ്ഥിതി ദിനം എപ്പോഴാണ് നമുക്കറിയാം? ജൂൺ 5. അത് ആചരിക്കാൻ കാരണമായത് എങ്ങനെയാണെന്ന് നമ്മളും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണ് എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? അത് 48 ആർട്ടിക്കിൾ 48A അതുപോലെ തന്നെ 81 അല്ല 51 AG ആണ്. ഓക്കെ, ഇതിൽ ഞാൻ ഈ തിരുത്തി ഞാൻ നമ്മുടെ PDF മാറ്റിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. 48A 51 AG ആണ് പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണ് എന്ന് പറയുന്ന വകുപ്പാണിത്. 48A 51 AG. ഓക്കെ, 48A 51 AGയിലുമാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണ് എന്ന് പറയുന്നത്. 48A 51 AGയുമാണ്. ഓക്കെ, ഇന്ത്യയിൽ വിഭവ സംരക്ഷണത്തിനായി നിലവിൽ വന്ന നിയമങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ വിഭവ സംരക്ഷണത്തിനായി നിലവിൽ വന്ന നിയമങ്ങളാണിത്. പരിസ്ഥിതി സംരക്ഷണ നിയമം, ജല നിയമം, വനസംരക്ഷണ നിയമം, വായു നിയമം, ദേശീയ പരിസ്ഥിതി ട്രൈബ്യൂണൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ വിഭവ സംരക്ഷണത്തിനായി നിലവിൽ വന്ന നിയമങ്ങളാണിത്. ഒന്ന് പരിസ്ഥിതി സംരക്ഷണ നിയമം, ജല നിയമം, വനസംരക്ഷണ നിയമം, വായു നിയമം,
ദേശീയ പരിസ്ഥിതി ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഓക്കെ, അതേ സമയത്ത് കേരളത്തിൽ വന്ന നിയമങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നെൽവയൽ സംരക്ഷണ നിയമമുണ്ട്, തണ്ണീർത്തട സംരക്ഷണ നിയമമുണ്ട്. ഓക്കെ, നെൽവയൽ സംരക്ഷണ നിയമമുണ്ട്, തണ്ണീർത്തട സംരക്ഷണ നിയമമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന കാര്യം ഓർമ്മ വയ്ക്കുക. ഓക്കെ, അടുത്തതായിട്ട് വരും തലമുറകൾക്ക് അവരുടെ ആവശ്യത്തിനുള്ള വിഭവങ്ങളുടെ ശേഷിയിൽ കുറവ് വരുത്താതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് എന്ത് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത് നമ്മുടെ വരും തലമുറകൾക്ക് അവരുടെ ആവശ്യത്തിനുള്ള വിഭവങ്ങളുടെ ശേഷിയിൽ കുറവ് വരുത്താതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനം. അതായത് നാളെ വരാൻ പോകുന്ന തലമുറയ്ക്ക് കുറേ ആവശ്യങ്ങളുണ്ടാകും, കുറേ വിഭവങ്ങൾ വേണമല്ലോ. അപ്പോൾ അവരുടെ ആവശ്യത്തിനുള്ള വിഭവങ്ങളുടെ ശേഷിയിൽ കുറവ് വരുത്താൻ പാടില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി വെക്കുകയും ചെയ്യണം. അതേസമയം എന്ത് ചെയ്യണം? നമ്മുടെ തലമുറ നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്ന നിറവേറ്റുകയും വേണം. അപ്പോൾ അത്തരത്തിലുള്ള വികസനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഓക്കെ, സുസ്ഥിര വികസനം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മളൊരു ഭയങ്കര സെൽഫിഷായി നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി പോവാതെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന തലമുറയുടെ ആവശ്യവും കൂടി പരിഗണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സുസ്ഥിര വികസനത്തിലേക്കുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ വിഭവങ്ങൾ പുനഃചക്രമണം ചെയ്യുക എന്ന് പറയുന്നതാണ് വിഭവങ്ങൾ റീസൈക്കിൾ ചെയ്യുക. ഓക്കെ, റീസൈക്കിൾ ചെയ്യുക, അവയുടെ ഉപയോഗം കുറയ്ക്കുക, അവ എന്ത് ചെയ്യുക? പുനരുപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സുസ്ഥിര വികസനത്തിലുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വിഭവങ്ങൾ പുനഃചക്രമണം ചെയ്യുക, അവയുടെ ഉപയോഗം കുറയ്ക്കുക, അവ പുനരുപയോഗിക്കുക എന്നതാണ് ഇത്രയും കാര്യങ്ങൾ. മീൻസ് നമ്മുടെ സുസ്ഥിര വികസനത്തിലേക്കുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെറിയ ചാപ്റ്ററിലായതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന പോലെ തോന്നാത്തത്. പക്ഷേ എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്കൂളുകളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുന്ന പദ്ധതിയാണിത്, സമ്പൂർണ്ണ പദ്ധതി. അപ്പോൾ ഇതൊരു എനിക്കൊന്ന് കഴിഞ്ഞ ഈ തവണത്തെ നമ്മുടെ LDC അല്ല, കുറച്ച് മുമ്പ് അതിന് 2021 നടന്ന SCTയിൽ നമ്മുടെ LDCയിൽ ഒരു ആൻസറിൻ്റെ ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ സമ്പൂർണ്ണ എന്ന പദ്ധതി. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുന്ന പദ്ധതിയാണ് ഇത്, സമ്പൂർണ്ണ. അതിനിടയ്ക്ക് ഒരു കാര്യം നമ്മൾ മറന്നുപോയി. ഇത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമാണ്. ഓക്കെ, സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്ന പാഠമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 6ാം ക്ലാസ് വരെയുള്ളത് കഴിഞ്ഞു. ഇനിയിപ്പോൾ 7, 8, 9, 10 4 ക്ലാസ്സിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിപ്പം പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്, സാമ്പത്തിക സ്രോതസ്സുകൾ. ഓക്കെ, സാമ്പത്തിക സ്രോതസ്സുകൾ മടുക്കുന്നില്ലല്ലോ, ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ സാമ്പത്തിക സ്രോതസ്സുകൾ 7ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠം, സാമ്പത്തിക സ്രോതസ്സുകൾ. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതിയാണ് ഇത്, സമ്പൂർണ്ണ. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതി ഏതാണ്? അത് താഴ്ത്തുന്നിരിക്കുന്നവയിൽ ഏതാണെന്നൊക്കെ വേണ്ട ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, അത് സമ്പൂർണ്ണയാണ്. ഓക്കെ, അടുത്തത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല എന്ന് പറയുന്നത്. അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണിത്, പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല. ഓക്കെ, ഇവിടെ മുതലാണ് നിങ്ങൾ എക്കണോമിക്സ് ചിലപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക. എന്താണ് നമ്മുടെ പ്രകൃതിയിലെ വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കൃഷിയുണ്ട്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്, വനപരിപാലനമുണ്ട്, മത്സ്യബന്ധനമുണ്ട്, ഖനനമുണ്ട്. അപ്പോൾ ഖനനമൊക്കെ ആൾക്കാർക്ക് ഡൗട്ട് അടിക്കുന്നതായിരിക്കും, പക്ഷേ എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് ഡൗട്ട് അടിക്കില്ല. പക്ഷേ ആദ്യം വരുന്നവർക്ക് ഡൗട്ട് അടിക്കുന്നതായിരിക്കാം. ഖനനം ചെയ്ത് നമുക്ക് എടുക്കുന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് എടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ ആ സമയത്ത് ആ മേഖലയെ നമ്മൾ അത്തരം മേഖലകളിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രാഥമിക മേഖല എന്ന് പറയുന്നു. ഓക്കെ, അതിന് നമ്മൾ പ്രാഥമിക മേഖല എന്ന് പറയുന്നു. അടുത്തതായിട്ട് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണിത്, ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇത്, ദ്വിതീയ മേഖല. നമുക്കറിയാം 3 മേഖലകളാണ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ആദ്യത്തെയാണ് നമ്മളിന്ന് പഠിച്ചത് പ്രാഥമിക മേഖല. ആദ്യത്തെ പ്രാഥമിക മേഖല, രണ്ടാമത്തെയാണ് ഇത് ദ്വിതീയ മേഖല. ഓക്കെ, രണ്ടാമത്തെ ദ്വിതീയ മേഖലയാണ്. മൂന്നാമത്തെയാണ് തൃതീയ മേഖല. മൂന്നാമത്തെ എന്താണ്? തൃതീയ മേഖലയാണ്. ഓക്കെ, 3 മേഖലകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രാഥമിക മേഖല നമ്മൾ നേരത്തെ പഠിച്ചു. രണ്ടാമത്തെ എന്താണ്? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് ഇത്, ദ്വിതീയ മേഖല, അല്ലെങ്കിൽ അവയെ നമ്മൾ എന്ത് വിളിക്കും? വ്യവസായ മേഖല എന്ന് വിളിക്കും. ഓക്കെ, ദ്വിതീയ മേഖല എന്നല്ലെങ്കിൽ വ്യവസായ മേഖല എന്ന് വിളിക്കും. അടുത്തത്
ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങളാണിത്: വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. ഓക്കെ, നമ്മുടെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം. ഇപ്പോൾ ഈ ഓപ്ഷൻസ് SCERT ടെക്സ്റ്റ് ബുക്ക് തന്നതായതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അടുത്തത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണിത്. തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അതായത് പ്രാഥമികത്തിലെയും ദ്വിതീയ മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് എന്ന് പറയുന്നത് തൃതീയ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വ്യാപാരം, അല്ലേ? ഒന്ന് വ്യാപാരം, 2 ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, IT. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, അതായത് സർവീസ് കൊടുക്കുന്ന മനുഷ്യന്മാർക്ക് സർവീസ് കൊടുക്കുന്നതാണ് നമ്മുടെ തൃതീയ മേഖല എന്ന് പറയുന്നത്. മനുഷ്യന്മാർക്ക് സർവീസ് കൊടുക്കുന്നതാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവനം പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, IT. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളെ 3 മേഖലകളായി വർഗീകരിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു 3 മേഖലകളുണ്ട് സാമ്പത്തിക മേഖലയിൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ 3 മേഖലകളായി തിരിച്ചിരിക്കുന്ന ആരാണ്? അത് CSO എന്ന് പറയും, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓക്കെ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് ഓർഗനൈസേഷൻ ആണോ ഓഫീസാണോ എന്നൊക്കെ ഡൗട്ട് അടിക്കും പലർക്കും. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണത്. സാമ്പത്തിക പ്രവർത്തനങ്ങളെ 3 മേഖലകളായി തിരിച്ചിരിക്കുന്നത് CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓക്കെ, അപ്പോൾ സ്ഥിതി വിവര കണക്കുകൾ സംയോജിപ്പിക്കുകയും അത് ഉപയോഗിച്ച് ദേശീയ വരുമാനം കണക്കാക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണിത് CSO. അപ്പം ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്ന സ്ഥാപനം ഏതാണ്? CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. സ്ഥിതി വിവര കണക്കുകൾ സംയോജിപ്പിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണിത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ CSO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CSO ഏത് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു? അത് കേന്ദ്ര സ്ഥിതി വിവരണ പദ്ധതി നിർവഹണത്തിന് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണം ഇവിടെ തെറ്റുണ്ട്. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയമാണ്. ഓക്കെ, കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഇത് CSO എന്ന് പറയുന്നത്. ഓക്കെ, CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓക്കെ, അപ്പോൾ 2011 കണക്ക് പ്രകാരം ഓരോ മേഖലകളിലും കൃത്യമായിട്ട് തിരിച്ചു തന്നിട്ടുണ്ട് ഏതൊക്കെ എത്രയാണെന്നുള്ളത്. അത് പ്രാഥമിക മേഖലയിൽ ഏതാണ്? പ്രാഥമിക മേഖലയിൽ നമ്മൾ തൊഴിൽ ലഭ്യതയുടെ എണ്ണം എത്രയാണ്? 53.2%. ഓക്കെ, 53.2% പ്രാഥമിക മേഖലയിൽ. ഓക്കെ, പ്രാഥമിക മേഖല ഫസ്റ്റ് പ്രാഥമിക മേഖലയാണ്. അതാണ് 53.2%. ഓക്കെ, രണ്ടാമത് 21.5 എന്ന് പറയുന്നത് ഏതാണ്? അത് ദ്വിതീയ മേഖലയിലാണ്. ഓക്കെ, 21.5 എന്ന് പറയുന്നത് 21.5 എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയിലാണ്. 21.5 എന്ന് പറയുന്നത് ദ്വിതീയ മേഖലകളിലാണ്. 21.5. ഓക്കെ, തൃതീയ മേഖലകൾ എത്രയാണ്? 25.3 എന്നുള്ളത് തൃതീയ മേഖലകളിലാണ്. അപ്പോൾ ഇത് ഇപ്പോൾ 2011 കണക്കാണ്. അത് തെറ്റിയിട്ടുണ്ടാവും, മീൻസ് അത് മാറിയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ അറിയാം. ഇപ്പോൾ അടുത്തിടെ നടന്ന ഒരു ബഡ്ജറ്റിൻ്റെ ക്ലാസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടത് മനസ്സിലാവുക. ഇത് നിങ്ങൾ പഠിക്കണം എന്നില്ല, ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ ടെസ്റ്റിൽ ഇങ്ങനെ ഡാറ്റ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു ബഡ്ജറ്റിൻ്റെ ക്ലാസ് ഒരുപാട് പേര് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ബഡ്ജറ്റിൻ്റെ നമ്മുടെ കേരള ബഡ്ജറ്റും അതുപോലെ കേന്ദ്ര ബഡ്ജറ്റും ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ കേരള ബഡ്ജറ്റൊക്കെ പഠിക്കുമ്പോൾ എക്കണോമിക് റിവ്യൂ എന്ന് പറയുന്നൊരു പുസ്തകം മീൻസ് ആ ഒരു ഇത് പുറത്തിറക്കാറുണ്ട് ഗവൺമെൻറ്, അതും കൂടി പഠിച്ചു പോകണം. അപ്പോൾ അത് നമുക്ക് ബഡ്ജറ്റിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്, സെൻട്രൽ ബഡ്ജറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ബഡ്ജറ്റും. ഓക്കെ, അപ്പോൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രാഥമിക മേഖലയിൽ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നു. ദ്വിതീയ തൃതീയ മേഖലയിൽ തൊഴിൽ ലഭ്യത കൂടി വരുന്നുണ്ട്. അതൊക്കെ ആ സമയത്തെ ആ കണക്ക് പ്രകാരമുള്ള കാര്യമാണ്. ഇതിനടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ആസൂത്രണ കമ്മീഷൻ കണക്ക് പ്രകാരം ദാരിദ്ര്യത്തിൻ്റെ അളവുകോൽ എത്ര കലോറി പോഷകാഹാരം ലഭിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ഒരു കണക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ മാത്രം പോഷകാഹാരം ലഭിക്കുന്നവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ഓക്കെ, ആ ഒരു കണക്ക് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എത്രയാണത്? അത് നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 2100. ഓക്കെ, നഗരപ്രദേശങ്ങളാണെങ്കിൽ 2100 ആണ്. നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ മാത്രം പോഷകാഹാരം ലഭിക്കുന്നവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ 2400 കലോറിയാണ്. ഓക്കെ, 2400 കലോറിയാണിത് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ. അത് നഗരപ്രദേശങ്ങളാണെങ്കിൽ 2100 കലോറിയാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ,
അടുത്ത 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.53%. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട്സ് ആണ്. ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ ബീഹാറിലാണ് 88.5, ദാരിദ്ര്യം ഏറ്റവും കുറവ് അന്നത്തെ സമയത്ത് ഹിമാചൽ പ്രദേശിലായിരുന്നു 9.5. കേരളത്തിലെ ദാരിദ്ര്യ അളവ് അന്ന് നമ്മുടെ 2011-12 സാമ്പത്തിക സർവേ, ഇപ്പം മാറിയത് നമ്മുടെ 24-25 സാമ്പത്തിക സർവേ വന്നല്ലോ, എക്കണോമിക് സർവേ വന്നു. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയി ചെയ്യാം, നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇത് എനിക്കൊന്ന് 2021 LDCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? അത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ ജയന്തിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് നമ്മുടെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് ഏത്? അന്നപൂർണ പദ്ധതി. അപ്പോൾ സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാസം എത്ര കിലോ അരി? 10 കിലോ അരി. ഓക്കെ, മാസം 10 കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് ഇത് അന്നപൂർണ പദ്ധതി. ഓക്കെ, അതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബത്തിന് മാസം 35 കിലോ അരി എന്താണ് എത്ര രൂപയ്ക്ക്? 3 രൂപയ്ക്ക് അല്ലേ? മാസം 35 രൂപ അരി എത്രയാണ്? 3 രൂപയ്ക്കും. ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും നൽകുന്ന പദ്ധതിയാണ് ഇത് അന്ത്യോദയ അന്ന യോജന AAY എന്ന് പറയും. എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് മാസം 35 കിലോ അരി 3 രൂപയ്ക്കും. അത് എത്രയാണ്? 3 ഇവിടെ. മാസം 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും നൽകുന്ന പദ്ധതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? AAY അല്ലെങ്കിൽ അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഗ്രാമീണ മേഖലകളിലെ 18 വയസ്സ് പൂർത്തിയായവർക്ക് 100 തൊഴിൽ ദിവസം നൽകുന്ന പദ്ധതി ഏതാണ്? നമുക്കറിയാം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അടുത്തതായിട്ട് എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ്? എത്രാം ക്ലാസ് വരെയുള്ള? 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ്. ഓക്കെ, 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ്? 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ്. ഓക്കെ, അതുപോലെ സ്വയം സഹായ സംഘങ്ങൾക്ക് സബ്സിഡി ഉള്ള ബാങ്ക് വായ്പ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? അത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യമാണ്. ഓക്കെ, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം അല്ലെങ്കിൽ NRLM ആണ്. സ്വയം സഹായ സംഘങ്ങൾക്ക് സബ്സിഡിയുള്ള ബാങ്ക് വായ്പ ലഭ്യമാക്കുന്ന പദ്ധതിയാണത് NRLM എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് 6 വയസ്സ് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് അംഗൻവാടി മുഖേന പോഷകാഹാരം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? അത് ICDS ആണ്. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ് അല്ലെങ്കിൽ സംയോജിത ശിശു വികസന പദ്ധതിയാണ്. ഓക്കെ, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് അംഗൻവാടി മുഖേന പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് സംയോജിത ശിശു വികസന പദ്ധതി അല്ലെങ്കിൽ ICDS എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ കേരളത്തിലെ പൊതുവിതരണ സംവിധാനങ്ങൾ, അതിൽ PDS ആയിട്ടുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് പൊതുവിതരണ കേന്ദ്രം. അതുപോലെ റേഷൻ ഷോപ്പ്, ഹോർട്ടിക്രോപ്പ്, സപ്ലൈകോ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, സപ്ലൈകോ മാവേലി സ്റ്റോർ, ത്രിവേണി സ്റ്റോറൊക്കെയാണ് എന്താണ് കേരളത്തിലെ പൊതുവിതരണ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ പൊതുവിതരണ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ പൊതുവിതരണ കേന്ദ്രമാണ് അല്ലേ? പൊതുവിതരണ കേന്ദ്രം അല്ലെങ്കിൽ റേഷൻ ഷോപ്പ്, ഹോർട്ടിക്രോപ്പ്, സപ്ലൈകോ, നന്മ, നീതി, നിങ്ങൾക്ക് അറിയുന്ന കേസ് തന്നെയാണ്. അടുത്തത് ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചപ്പോഴാണ്? ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച് 2013. ഓക്കെ, ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത് 2013. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് 7ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ 5 മുതൽ 7ാം ക്ലാസ് വരെയുള്ള എന്താണ് ചാപ്റ്റേഴ്സ്, എക്കണോമിക്സിൻ്റെ SCERT ചാപ്റ്റേഴ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ, ഈ ഒരു സീരീസ് എങ്ങനെയുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണല്ലോ നമ്മൾ നമ്മുടെ സമയവും ഒക്കെ ചിലവഴിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ എന്തായാലും പറഞ്ഞ പോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കിട്ടും. ടെലഗ്രാമിൽ നിങ്ങളത് കട്ട് ഓഫ് പ്ലസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഏകദേശം ഒരു 11,000 ആൾക്കാർ, 11K ആൾക്കാരുള്ള ഒരു ചാനലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ
ഷീറ്റിൻ്റെ PDF അവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് എന്ന കാര്യം നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞു തരിക. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് 8, 9, 10, 11 ഓക്കെ, ഒരു ക്ലാസ് അല്ലെങ്കിൽ മാക്സിമം 2 ക്ലാസ്സോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും അത്തരം ക്ലാസ്സുകളിലേക്കായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 2 LDC ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പഠിച്ച ഈ ഒരു വീഡിയോയിൽ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതും കാണാതെ പോകരുത്. പ്രത്യേകിച്ച് ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ പുതിയ SCERT സീരീസിൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും പഠിച്ചിരിക്കണം. അത് 9, 7, 5 ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും പഠിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഒന്നും പഠിക്കേണ്ട, എന്തായാലും ജോലി കിട്ടുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറിയിരിക്കും. 10th ലെവലായിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് ലെവലായിക്കോട്ടെ, എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ബേസ് ആണ്. തീർച്ചയായിട്ടും പഠിക്കുക. ഇനി വരുന്ന ഏത് എക്സാം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഒരു ഉപകാരപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ടെലഗ്രാം ചാനൽ നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. അപ്പോൾ ഞാൻ പോവുകയാണോ. താങ്ക്